എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു മത്തങ്ങ കൊണ്ടൊരു ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ പറ്റി എന്തേലും ചോറിനും പറ്റും കേട്ടോ. ഇതേപോലെ ഒരു കറി മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതേപോലെ മൂക്കാത്ത മത്തനാണ് കണ്ടോ, അതിൻ്റെ തൊലിയൊക്കെ അധികം മൂത്തിട്ടില്ല, വിത്തൊക്കെ കണ്ട. അപ്പം ഇതേപോലെ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഞാനിവിടെ അത് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചതാട്ടോ. അത് കണ്ടോ, ഇതേപോലെ വേവിച്ച് വെച്ചതാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാന് ചൂടായുണ്ട്, ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കടുക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു നുള്ള് ഉലുവ അതും കൂടിയും ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കും. അവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. കടുക്, ജീരകം, പെരിഞ്ജീരകം, ഉലുവ എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ ഒരു വറ്റൽ മുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സവാളയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സവാളയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നു. ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു 5-6 വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടിയും ചേർത്തിട്ട് ചതച്ച് വെച്ചതാണ്. അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില. ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വഴഞ്ഞ് വരട്ടെ. നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മാഷായിട്ട് വരണം. അതോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണല്ലോ അത് വേവിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകും. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് മത്തൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കേ. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചോറിനും ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തൻ കൊണ്ടൊരു വെറൈറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിപ്പിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരൊക്കെയും താങ്ക് യു.